ഹായ്, നമസ്കാരം. ഇൻഷുറൻസ് മന്ത്രയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഒരു നല്ല ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ നമ്മൾ എടുക്കണം എന്നുള്ളതിന് ഒരു 10 റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഒന്നാമത്തത് നമ്മുടെ ലോസ് ഓഫ് ഇൻകത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതായത് ഒരു വ്യക്തി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻ കേസ് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്കുള്ള വരുമാനം മുഴുവൻ നഷ്ടമാകും. അപ്പൊ ആ ഒരു ലോസ് റീപ്ലേസ് ചെയ്യാനായിട്ട് ലൈഫ് ഇൻഷുറൻസ് സഹായിക്കും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഡെപ്റ്റൊക്കെ ഉണ്ടാവും, കടങ്ങൾ ഉണ്ടാവും. ആ കടങ്ങളെല്ലാം വീട്ടാനായിട്ട് കുടുംബത്തിന് ഒരു കൈത്താങ് എന്ന രീതിയിൽ ഈ ലൈഫ് ഇൻഷുറൻസ് അതിന്റെ ബെനിഫിറ്റ് നൽകുന്നുണ്ട്. പിന്നെ അത് വരുന്നത് കുട്ടികളൊക്കെ ഉണ്ടാവും. കുടുംബത്തിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, ഒരു പാരന്റിന്റെ അഭാവത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നിലച്ചു പോയേക്കാം. അതിനുള്ള എക്സ്പെൻസ് കാര്യങ്ങളും മറ്റുള്ളവർക്ക്, കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് അത് വഹിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ അവിടെ വെച്ച് നിലച്ചേക്കാം. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്താറുണ്ട്. അതിപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബെനിഫിറ്റും നേടാറുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഗോളിലേക്ക് നമ്മൾക്ക് ആ ഫണ്ട് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇന്ന് നമ്മൾ നോക്കിയാൽ കാണാം, പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, പലയിടത്തും അതുവരെ സേവ് ചെയ്ത എമൗണ്ടാണ് ഒരു കൂടുതൽ ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ രീതിയിൽ ഓരോ സ്ഥലത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇട്ട പണം പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് റേസിങ്ങിന് അത് സഹായിക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും LIC പോലെയുള്ള കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി വളരെ നേരത്തെ തന്നെ നമ്മൾ സേവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റിട്ടയർമെന്റ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്യേണ്ടത് റിട്ടയർമെന്റ് ആയതിനു ശേഷമാണ്. ഒരു തെറ്റായ ധാരണയാണ്. എന്ന് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്ന അന്ന് മുതൽ നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടി പ്ലാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് കാലം നമുക്ക് അതിനു വേണ്ടി സേവ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു എമൗണ്ട് നമുക്ക് ആ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി നമുക്ക് സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ചെറിയ ചെറിയ സേവിങ്സിലൂടെ വലിയൊരു എമൗണ്ടിലേക്ക് നമുക്ക് റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി നമുക്ക് കരുതി വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല വ്യക്തികളും സാധാരണ ജോലി എടുക്കുന്നവർ മുതൽ നല്ല ഇൻകം റേസ് ചെയ്യുന്ന ജോലിയിലുള്ളവരൊക്കെ ഉണ്ടാകും. അവർക്ക് ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ യൂസ് ചെയ്യാറുണ്ട്. പല ആളുകളും കൂടുതൽ ഹൈ നെറ്റ്വർക്കിലുള്ളവരൊക്കെ കൂടുതലും ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം പോളിസികൾ എടുക്കാറുള്ളത്. അപ്പം അതും ആ ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായാൽ അത് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് ഒരു ആഡ് ഓൺ റൈഡേഴ്സ് ഒക്കെ ഞാൻ പല എപ്പിസോഡിലും പറയാറുണ്ട്. നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ ചില റൈഡേഴ്സ് ഒക്കെ നമുക്ക് ചേർക്കാൻ സാധിക്കും. ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി, അതുപോലെ ഡെത്ത് ബെനിഫിറ്റ്, ആക്സിഡന്റ് ബെനിഫിറ്റ്, അങ്ങനെയുള്ള പല ആഡ് ഓൺസും നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് കിട്ടാനും നമുക്ക് അതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ടി വരാറില്ല. സാധാരണ ഒരു ചെറിയ പ്രീമിയമാണ് നമ്മൾ അതിന് വേണ്ടിയൊക്കെ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ. ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയോടൊപ്പം ഇത്തരം അടം പോളിസികൾ എടുക്കുമ്പോൾ ചെറിയ പ്രീമിയത്തിൽ തന്നെ നമുക്കത് നേടാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് തന്നെ. കാരണം നാളെ എന്തെങ്കിലും ഒരു അത്യാഹിതം കുടുംബത്തിൽ സംഭവിച്ചാൽ അവിടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടും, അല്ലെങ്കിൽ അവിടെ ഒരു ഉറപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്.
പിന്നെ പല ലോങ് ടൈം ഗോൾസ് ഉണ്ടാവാം. അപ്പോൾ കുട്ടികൾ ജനിച്ച ഉടനെ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് അതിന് വേണ്ടി എടുക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫ്, അങ്ങനെയൊക്കെ നമ്മൾ ലോങ് ടൈമിലേക്ക് വേണ്ടി എന്താ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടി ഏറ്റവും ഉതകുന്ന ഏറ്റവും ബെനിഫിറ്റ് നൽകുന്ന ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം നിലനിർത്താൻ, നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൈമാറി കൊടുക്കാൻ ഒരു നിശ്ചിത ഒരു അസറ്റ് എന്ന രീതിയിൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ഈ 10 റീസൺ കൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കൂടുതൽ ഗൈഡൻസിൽ നിങ്ങൾക്ക് ഉതകുന്ന പോളിസിയെ സജസ്റ്റ് ചെയ്ത് തരാനും ഞങ്ങളിവിടെ ഇപ്പോൾ റെഡിയാണ്. അപ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. താങ്ക് യു.